അതിലൊരു അഴിമതി ഇല്ലെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ലത്. അപ്പൊ ഈ ഡൽഹിയിൽ നിൽക്കുന്ന ആരോ വിചാരിച്ചു അത് ശരിക്കും തപ്പാഞ്ഞിട്ടാണ് പിടികിട്ടുന്നത് കൊണ്ട് തപ്പ് എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്, എന്തെങ്കിലും തടയായിരിക്കില്ല. ED നോട്ടീസ് പോയിട്ട് നോട്ടം ഇട്ട ആളെ തന്നെ അകത്തിടാതെ പോവില്ല, അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യാതെ പോരില്ല. പക്ഷേ താങ്കളെ പലതവണ അതിന് പിന്നാലെ വന്നിട്ടും താങ്കൾ അത് വളരെ സമർത്ഥമായി അതിൻ്റെ നിയമ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ED ഒരു പാഠം പഠിപ്പിച്ച ആളാണെന്ന് ഇങ്ങനെ നമുക്കറിയാം. ആ തരത്തിലുള്ളൊരു നിലപാടിലേക്കും അങ്ങനെ ഒരു സംഘർഷ സാഹചര്യത്തിൽ പോലും ഇങ്ങനെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുണ്ടായ സാഹചര്യത്തിലേക്ക് എങ്ങനെ എത്തിയത്? എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം 80,000 കോടി രൂപ, ഞാൻ ഭരിക്കുന്ന കാലത്ത് 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ട് അതിലൊരു അഴിമതി ഇല്ലെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ലത്. അപ്പൊ ഈ ഡൽഹിയിൽ നിൽക്കുന്ന ആരോ വിചാരിച്ചു അത് ശരിക്കും തപ്പാഞ്ഞിട്ടാണ് പിടികിട്ടുന്നത് കൊണ്ട് തപ്പ് എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്, എന്തെങ്കിലും തടയായിരിക്കില്ല. അതിന് ഈ ഫിഷിംഗ് എക്സ്പെഡീഷൻ അവർക്ക് എന്താ തപ്പണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അതുണ്ടോ ഇതുണ്ടോ അങ്ങനെ തപ്പിയടക്കിയ ഈടിക്കാനുള്ള അവകാശമില്ല. ഈടിക്ക് കള്ളപ്പണം വെളുപ്പിക്കല് മാത്രമേ അവകാശമുള്ളൂ, അല്ല നാട്ടിൽ നടക്കുന്ന സാധനം മുഴുവൻ തപ്പി ഫിഷിംഗ് റോവിംഗ് എക്സ്പെഡീഷൻ പറ്റത്തില്ല. എന്നാൽ മോളിൽ നിൽക്കുന്നവർക്ക് ഇത് ചിന്തിക്കാനേ പറ്റുന്നില്ലാത്തതുകൊണ്ടായിരിക്കാം അവരിവിടുത്തെ ED ഒഫീഷ്യൽസിനെ വിടുന്നുമില്ല. അതുകൊണ്ട് അവർ എന്തെങ്കിലും എന്റെ മേത്ത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അപ്പൊ കോടതിയിൽ നമ്മൾ ചോദിക്കണ ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കണം ലളിതമാണ്, എന്തിനു വേണ്ടി നിങ്ങൾ എന്നെ വിളിപ്പിക്കണേ? അത് പറ, അത് പറഞ്ഞിട്ട് വരാം. ഒരു ഘട്ടത്തിൽ ചാർജ് നേരിട്ട് ഒരു ഘട്ടത്തിൽ ചാർജ് പറയാതെ വെറുതെ ഒന്ന് വാ വർത്താനം പറഞ്ഞ മനസ്സില്ല, നിങ്ങൾക്ക് എന്താ അവകാശം എന്നെ ഇങ്ങനെ വിളിപ്പിക്കാൻ? അങ്ങനെ ഒരു അതോറിറ്റി അവരുടെ അധികാരം ഇല്ല അവർക്ക്. സോ ദിസ് ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇന്നിപ്പോ കോടതിയൊക്കെ ഇന്ത്യ ഒട്ടാകെ അംഗീകരിച്ചു EDക്ക് PMLA കേസിലേ ഉള്ളൂ. അത് തന്നെ കൃത്യമായ ചാർജ് ഇല്ലാതെ ഉണ്ടോ കള്ളപ്പണം ഉണ്ടോ എന്ന് തപ്പാൻ പോകാൻ പറ്റില്ല. കള്ളപ്പണം കണ്ടുപിടിച്ച് അതിനൊക്കെ ചാർജ് ഷീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോ ED വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ക്രെഡിബിലിറ്റി പോയി സ്ഥാനത്തിന്. ഒന്ന് കേരളത്തിൽ തന്നെ കൈക്കൂലിക്ക് പിടിച്ചു, മൂത്താശ്ശേരിയെ ഒറീസയില് അത് കടുവ പിടിച്ച പോലെയാണ് CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ക്രെഡിബിലിറ്റി. അപ്പം എന്ന് മാത്രമല്ല ഇത് എബ്രഹാം വളരെ തൻ്റെ ഇടത്തോട് ഒരു പൊസിഷൻ ഉണ്ട്. ഐ വോണ്ട് ടു അപ്രീഷിയേറ്റ് ഇറ്റ് പബ്ലിക്കലി. എന്താ കിഫ്ബിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നയപരമായ തീരുമാനങ്ങളും പ്രൊജക്ടുകൾ അംഗീകരിക്കലൊക്കെ എൻ്റെ എക്സിക്യൂട്ടീവും ഡയറക്ടർ ബോർഡുമാണ് ഗവർണിംഗ് ബോഡി. പക്ഷെ അതിന്റെ നടത്തിപ്പിൽ ഇവരാരും മന്ത്രി അടക്കം ഒരാളും പങ്കെടുക്കൂല. അതിന് ടോട്ടൽ ഓട്ടോണമിയാണ്, സ്വാതന്ത്ര്യമാണ്, ചെക്സ് ആൻഡ് ബാലൻസ് അങ്ങനെയാണ്. അല്ലാതെ അയാൾക്ക് കാശ് കൊടുക്കും ഇയാൾക്ക് കാശ് കൊടുക്കൂ എന്ന് പറയുന്നതിൽ ഏർപ്പാടത്തിലില്ല. സോ എബ്രഹാം മോണ്ടിറ്റ ഇത് ഞാനാണ് എടുക്കുന്ന തീരുമാനങ്ങള് എന്ന് എബ്രഹാം പറഞ്ഞു. ഇങ്ങനെ വേറെ ഏതെങ്കിലും മന്ത്രിയോ മറ്റോ ഇതിൽ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ എന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യണം. ഞങ്ങളുടെ നിയമപ്രകാരം പാടില്ല. പിന്നെ എന്നെയോ വേറെ ഏതെങ്കിലും മന്ത്രിയോ വിളിക്കുന്നതിൽ എന്താ അവസാനമുള്ളത്? അതിനും വേണം ഒരു തന്റെ ഇടം കേട്ടോ, അതിനും വേണം ഒരു തന്റെ ഇടം. അല്ല, ഒരു ചില സമയത്ത് നമ്മള് എന്നാ പിന്നെ ഇത് പോയി പറഞ്ഞ് ബോധ്യപ്പെടുത്താമെന്ന് വിചാരിക്കുകയും ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഉറച്ച നിലപാടില് അത് നമ്മൾ പോവില്ലെന്ന് തന്നെ തീരുമാനിച്ചു, ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, അവസാനം വരെ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അതായിരുന്നു പലരും വഴി പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളൊന്ന് വന്ന് ഹാജരായി അങ്ങ് തീർക്ക്. തന്ത്രമാണല്ലോ. കോടതിയും ചോദിച്ചൊന്ന് പോയി അങ്ങ് തീർത്താൽ എന്താ? വേണ്ടില്ല, നിങ്ങള് ഓർഡർ പോകാൻ പറഞ്ഞു, ഞാൻ സുപ്രീം കോടതിയിൽ പോകും. എന്തടിസ്ഥാനത്തിലാണ് എന്നോട് പോകാൻ പറയുന്നത്? അങ്ങനെ ഇവര് വിളിക്കുമ്പോഴൊന്നും പോകാനുള്ളതല്ല. എബ്രഹാമിനെ പോലുള്ള ഒരാളുടെ പൊസിഷനും
DDയുടെ നിലപാടിനെ ടോട്ടലി ദുർബലമായിട്ടാണ്. ആ എന്നെപ്പോലെ ഒരാളെ വിളിക്കുന്നതിന് പിന്നെ ആ സ്റ്റേറ്റിന് ശേഷം ഒരു സാങ്കത്യം ഒരു പൈസയുടെ അഴിമതി അതിൻ്റെ ഉള്ളിൽ അല്ല ആ ഞാൻ സമയത്ത് പറയണ നമ്മുടെ ദേശീയപാതയ്ക്ക് ഇത്രയൊക്കെ പൊളിയെ പിടിക്കുകയും ചെയ്തു. ഏതെങ്കിലും കിഫി റോഡ് പൊളിഞ്ഞാൽ, ഏതെങ്കിലും കിഫി കെട്ടിടമോ പാലോ ഇടിഞ്ഞു വീണാൽ ആ ഇത്രയും പണിതിട്ട് അതെ അതെ അത്രയ്ക്ക് മെറ്റിക്കുലസ് ആണ് കിഫ്ബി. നമ്മുടെ നിർമ്മാണത്തിൽ ഒരു പുതിയ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി. എനിക്ക് ഓർമ്മയുണ്ട്, തുടങ്ങിയപ്പോൾ ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയോ, ടെസ്റ്റിംഗ് ഉപകരണങ്ങൾ എങ്ങും ഇല്ലാത്തത്. നിങ്ങൾ റോട്ടിൽ കൂടി വണ്ടി ഓടിച്ചു പോയാൽ റോഡിൽ ഓടുന്ന വഴിയിലെല്ലാം താഴത്ത് എന്താന്ന് അവര് എക്സ്റേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളോട് പറയും, ഇവിടെ മെറ്റലില്ല, ഇവിടെ ടാർ ഉപയോഗിച്ചിട്ടില്ല, ഇത്ര കനത്തിലേ ഉള്ളൂ എന്ന് പറഞ്ഞു തരും. നോ കോംപ്രമൈസ് ഓൺ ക്വാളിറ്റി. ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ ആ എസ്റ്റിമേറ്റ് പരിശോധന നടത്തി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചും കൂടി കൂട്ടിച്ചേർത്ത് തന്നോ, ഈ പണിയൊന്നും നടക്കത്തില്ല, ഈ പണിയൊന്നും നടക്കത്തില്ല, അബ്സല്യൂട്ട്ലി. അപ്പം നമ്മുടെ റോഡ് കെട്ടിട നിർമ്മാണത്തിൽ ഒരു പുതിയ സ്റ്റാൻഡേർഡ് അത് കിഫ്ബി സൃഷ്ടിച്ചു. ഇതിപ്പോ ഇങ്ങനെ നിയമ നടപടി വരെ പോകുന്ന ഒരു ഘട്ടം പല രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പോൾ പ്രധാനമായിട്ടും മാധ്യമങ്ങളടക്കം തോമസ് ഐസക്കിനെ മറ്റ് പല രീതിയിലുള്ള ആഖ്യാനങ്ങളുടെ ഒരു ആവർത്തനം നമ്മൾ കണ്ടു. അങ്ങനെ ഒരു കുറ്റവാളിയായിട്ട് പ്രതിയായി ചിത്രീകരിച്ച് സാമ്പത്തിക തട്ടിപ്പ് എന്നുള്ള കണക്ഷൻ കൊണ്ടുവന്ന് അമേരിക്കൻ ബന്ധങ്ങൾ വരെ ചിലരാരും. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ടോ? ഈ മാധ്യമങ്ങളുടെയൊക്കെ അറ്റാക്കിനെ എങ്ങനെയാണ് അന്നേരം നേരിട്ടത്? അതെ, നാലാം ലോക വിവാദത്തോട് തീർന്നു ഈ പേടി. അതിനപ്പുറത്തെ പേടി കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ പോളിറ്റ് ബ്യൂറോ ഒരു കമ്മീഷനെ വെക്കാൻ നിർബന്ധരായി തീരാ. ഈ അലഗേഷൻ സംബന്ധിച്ച് ചെറിയ അലഗേഷനാ, നിങ്ങൾക്ക് CA ബന്ധമുണ്ടെന്നല്ലേ വാദം. റിച്ചാർഡ് ഫ്രാങ്കി അത് വിദേശ ഫണ്ടിങ്, അത് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയ പണത്തെ കുറിച്ചായി പറയണേ. കാരണം ഇതിങ്ങനെ ആർക്കും വിശ്വാസവും ഇല്ല. പിന്നെ ഒത്തിരി സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇത്രയും പേരിങ്ങനെ ഒരു മണ്ഡലത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിൽ വരേണ്ട കാര്യം എന്താ? അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുമായിരുന്നു. അതാരുടെ പണം? എന്റെ റിട്ടയർമെന്റ് കിട്ടിയ മുഴുവൻ പണവും അവിടെ കൊണ്ടുപോയിട്ട് ബാങ്കിലിട്ട് ആരാ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അപ്പൊ ഇതാണ് ഇങ്ങനെ വിവാദമാക്കി ഈ രീതിയിൽ കൊണ്ടുവന്നത്. അതിനപ്പുറം ഇനി വരാനില്ല. ഇപ്പോ അതുകൊണ്ട് എനിക്ക് ഈ വിവാദമൊക്കെ വന്നിട്ട് മൈനർ പ്രശ്നമില്ല. ഒന്ന്, അങ്ങനെ അധികം പേരൊന്നും യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന പോലും ഇല്ല. അപ്പം എനിക്ക് സന്തോഷമുള്ള കാര്യം, അത് വ്യക്തിപരമായിട്ട് ഏറ്റുപിടിക്കാനായിട്ട് പ്രതിപക്ഷം പോലും വന്നില്ല. ED പറഞ്ഞു, കിഫ്ബിക്കെതിരെ വിമർശിച്ചിട്ടുണ്ട്, ഇത് ഞാൻ എന്തെങ്കിലും അഴിമതി കാണിച്ചു കാണും എന്ന് ഒരു പ്രതിപക്ഷവും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വിശ്വാസ്യതയുണ്ട്. സോ അതുകൊണ്ട് ഇപ്പൊ ആരെങ്കിലും ഒക്കെ സ്നൈഡർമാർക്ക് പറഞ്ഞാലും ഫേസ്ബുക്കിൽ എഴുതിയാലും പിന്നെ ഏതെങ്കിലും പത്രത്തിൽ വന്നാലോ അതിലൊന്നും ചൂളുണ്ട യാതൊരു കാര്യമില്ല. ഈ പഴയകാലത്ത് ഇതുപോലെ ഈ റിച്ചാർഡ് ഫ്രാങ്കി കണക്ഷനാണല്ലോ കൂടുതൽ പറഞ്ഞ് ഒരു നിഗൂഢത ഉണ്ടാക്കാം. മൂപ്പരിപ്പോ അടുത്ത കാലത്ത് വീണ്ടും അദ്ദേഹം പുസ്തകം എഴുതി അല്ലെ. അപ്പൊ ഞാൻ വിചാരിച്ചു മൂപ്പരിപ്പോ പ്രായമായി 90-85 വയസ്സ് കഴിഞ്ഞു. അല്ല, അതിനു മുന്നേ ആരാണ് റിച്ചാർഡ് ഫ്രാങ്കി? റിട്ടയർ ചെയ്ത് അദ്ദേഹം വെച്ചാൽ ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹം അവികസിത രാജ്യങ്ങളിലുള്ള ആൾ പഠിച്ചിട്ടുള്ളതെല്ലാം അവിടുത്തെ ജനകീയമായ വികസന സംരംഭങ്ങളെ കുറിച്ചുള്ളതാണ്. അങ്ങനെയാണ് കേരളത്തിൽ വന്നത്. കേരളത്തിലെ പാഞ്ഞാൾ പഞ്ചായത്തിനെ കുറിച്ച് ഒരു ഗ്രാമ പഠനം നടത്തി. അപ്പൊ താമസിക്കുന്നത് എൻ്റെ റൂമിന് തൊട്ടടുത്ത CDSല്. അങ്ങനെ വളരെ സുഹൃത്തുക്കളൊക്കെ ആയി കഴിഞ്ഞ് അപ്പോഴാണ് നമ്മുടെ സാക്ഷരതാ കാലത്ത് വിഭവ ബോർഡ് നിർമ്മാണം ഇങ്ങനെ പല കാര്യങ്ങളിലും ഏർപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നമുക്കൊരു
5-6 പുസ്തകം എഴുതിക്കളെ, ഓരോന്നിനെ കുറിച്ച് ഓരോ പുസ്തകം. അങ്ങനെ ഒരു പുസ്തകം എഴുതി തീർത്തു. അതാണ് ഈ ദിനേശ് ബീഡിയെ കുറിച്ചുള്ള പുസ്തകം. വിസ്കോൺസിൻ സർവകലാശാലയാണ് പ്രസിദ്ധീകരിച്ചത്. രണ്ടാമത് ഒരു പുസ്തകം നമ്മൾ വിഭവകൂടത്തെ കുറിച്ച് തയ്യാറാക്കുന്ന ഘട്ടം വന്നപ്പോഴത്തേനും ജനകീയാസൂത്രണം ആകാശത്ത് പൊട്ടി വീണു. ഞാൻ ജനകീയാസൂത്രണത്തിനായി. അപ്പൊ ഈ പഴയ ഒരു കടമുണ്ടല്ലോ, 5-6 പുസ്തകങ്ങളുടെ സീരീസ് കേരളത്തെ കുറിച്ച് എഴുതാമെന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ജനകീയ ആസൂത്രണത്തെ കുറിച്ച് ഒരുമിച്ച് എഴുതിക്കളയാം. ഇനി മറ്റതൊക്കെ ഇനി നോക്കാൻ നേരമൊന്നുമില്ല, ഇനി ചെയ്യാം. സോ ജനകീയ ആസൂത്രണം അവസാനിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ചൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി ഒരു സായിപ്പിന്റെ സഹായം വേണോ ഐസക്കിന് എന്ന് ചോദിക്കുമ്പോ നിഷ്കളങ്കർക്കൊക്കെ തോന്നാം അത് ശരിയാണല്ലോ, എന്തിനാ ഇങ്ങനെ സായിപ്പനെ എടുത്തത്, അവർക്ക് ഈ ചരിത്രമൊന്നും അറിഞ്ഞുകൊടുത്തത്. അങ്ങനെയാണ് ഇത് വലിയ വിവാദമായിട്ട് വന്നത്. ഏതായാലും എങ്ങനെ ഇന്ന് തടിയൂര ഈ ഏടാകൂടത്തിന്ന് ആ പാർട്ടി PBയുടെ അന്വേഷണമുണ്ട്. അവിടെയെല്ലാം ഞാൻ ഫ്രാങ്കി ഒരു കാര്യം ചെയ്തു. അവിടെ നമ്മുടെ റൈറ്റ് RTI പോലെ അവിടെ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം CIAക്കും FBI-ക്കും എന്റെ പേരിലുള്ള റെക്കോർഡ് എനിക്ക് ആവശ്യപ്പെടാം. രാജ്യസുരക്ഷയൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്യാം, ബാക്കിയെല്ലാം കിട്ടും. അപ്പൊ ഇങ്ങനെ ആവശ്യപ്പെട്ടു. അയാൾക്ക് വലിയ തടിയൻ ഫയല് കിട്ടി. അതോടുകൂടി പിന്നെ ഉള്ളത് കൃത്യമായി ഏജന്റാണോ അല്ലേ എന്നുള്ളത്. അതുകൊണ്ട് കഥ തീർന്നു. പക്ഷെ അപ്പൊ ഞാനെല്ലാം റിട്ടയർ ചെയ്യണം, പ്രായാധിക്യം, കുറച്ച് സംഗീതമൊക്കെ വായിച്ച് കഴിഞ്ഞുകൂടെ. അങ്ങനെ ഒരു മ്യൂസിക് ക്ലബൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് അവസാനത്തെ പുസ്തകം ഒരുമിച്ച് എഴുതിക്കളയാം. CIA എങ്ങനെയാണ് കേരളത്തിലെ സർക്കാരിനെ അട്ടിമറിച്ചത്, CIA ആൻഡ് ടോപ്ലിംഗ് ഓഫ് ദ ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞ് ഞങ്ങളോട് വെച്ചു അവസാനത്തെ പുസ്തകം എഴുതി. ഞാനതൊരു മനഃപൂർവ്വം അദ്ദേഹത്തെ എടുത്തതാണ്. കാരണം ഇദ്ദേഹം തന്നെ എഴുതട്ടെ. CA എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ നടന്ന കുറച്ച് വിദ്വാന്മാർ. മന്ത്ലി റിവ്യൂ പ്രസ് ന്യൂയോർക്കിൽ നിന്നാണ് ജൂൺ മാസത്തിൽ അത് പ്രസിദ്ധീകരിക്കാൻ പോയത്. മലയാളത്തിൽ പണ്ട് ഞാൻ എഴുതിയ വിമോനസ്വരത്തിന്റെ കാണാപ്പുറമുണ്ട്. പക്ഷെ അത് ഇതുമായിട്ട് ആരും ബന്ധമില്ല, ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇനിയിപ്പോ മന്ത്ലി റിവ്യൂ പ്രസിനെ കൊടുത്താനുള്ള പ്രശ്നം ഇതാ, തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നതിനും ആണ് അനുവാദം വേണം. കോപ്പിറൈറ്റ് അവർക്ക് കൊടുത്തു. കാരണം ഇപ്പൊ അവർ നിലനിൽക്കാൻ തന്നെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക മന്ത്ലി റിവ്യൂ പ്രസ്. അതിന്റെ കോപ്പിറൈറ്റും ഒക്കെ അവർ തന്നെ എടുക്കുന്നത്. വേറെ പലയിടത്തും ആവശ്യം വന്നേക്കാം, അതിനുവേണ്ടി എഴുതി കൊടുത്തു, അവർ ഉപയോഗിച്ചോട്ട്. സോ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ, ഒരുപക്ഷെ എന്നല്ല, അദ്ദേഹം പറഞ്ഞ എന്റെ അവസാനത്തെ പുസ്തകമാണ്. അപ്പൊ അങ്ങനെ CA കുറിച്ച് കേരളത്തിൽ ഇടപെട്ടതിനെ കുറിച്ചൊരു പുസ്തകം ഞങ്ങൾ ഒരുമിച്ച് എഴുതി. ഇതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഈ പുസ്തകങ്ങളൊക്കെ എഴുതുക എന്നുള്ളത് നമ്മൾ പുസ്തകം വായിക്കും പോലെയാണ് നിങ്ങൾ പുസ്തകം എഴുതുന്നത്, എണ്ണാൻ കഴിയാത്ത അതെങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ വിജ്ഞാന കേരളം ഞാൻ ഇത്രയും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ റൈറ്റ് ഒന്ന് ഞാൻ എഴുതുന്നത് എനിക്ക് തന്നെ ക്ലാരിറ്റി വരുത്തും, വ്യക്തത വരുത്തും. രണ്ടാമത് ഞാനിങ്ങനെ വായിട്ടലക്കേണ്ട ആവശ്യമില്ലല്ലോ, ആലോചിച്ചാലും പുസ്തകം എടുത്ത് കൊടുക്കാമല്ലോ. എഴുതുന്ന മുഴുവനും മാരാരിക്കുളത്ത് നടത്തിയിട്ടുള്ള ഇങ്ങനെയുള്ള വികസന മുൻകൈകളിൽ 5 കുറിച്ച് പുസ്തകം എഴുതിയിരുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്ത കാര്യം ഡോക്യുമെന്റ് ചെയ്യലാണ്, ക്ലാരിറ്റി സ്വയം വരുത്തലാണ്. പിന്നെ ആര് ചോദിച്ചാലും എടുത്തോളൂ. ഇപ്പൊ നോട്ട് ചെയ്തോനോ ഞാൻ വിവാഹത്തിൽ വന്നു ഉടനെ തന്നെ ഇപ്പൊ അത് പുസ്തകമാക്കി മാറ്റുന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ സ്വയം പഠനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അങ്ങനെ പഠിക്കാൻ പറ്റത്തുള്ളൂ. നമ്മള് എല്ലാ കാര്യങ്ങളും ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഒരു ഘട്ടത്തിൽ ടെലിവിഷൻ ചാനലൊക്കെ വന്ന ന്യൂസ് ചാനലുകൾ ഇങ്ങനെ വന്ന സമയത്താണ് മാധ്യമങ്ങളെ കുറിച്ചിട്ടുള്ള ആ സമയത്തല്ലേ അങ്ങനെ ഞാൻ ഈ ഈ 4ാം ലോക വിവാദമൊക്കെ കഴിഞ്ഞപ്പോ എന്തിനാ ഈ മനുഷ്യന്മാർ ഇങ്ങനെ പെരുമാറി, എന്തിനാ, എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്ത പിള്ളേര് പലരും SFI ഒക്കെ ആയിരുന്നവരാണ്. അപ്പൊ ചിലർക്കൊക്കെ എന്നെ നേരിട്ട് അറിയുകയും ചെയ്യാം. എന്നിട്ട് എന്ത് ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ചത്.
അപ്പോൾ എൻ്റെ ചില സ്റ്റുഡൻസ് പോലും ഉണ്ട്. ആ അപ്പോൾ എന്താണ് ഇങ്ങനെ പെരുമാറിയത് എന്നുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാധ്യമത്തെക്കുറിച്ച് ഒന്ന് അറിയണമല്ലോ, അന്വേഷിക്കണമല്ലോ. സോ ഞാൻ ഇത് ഈ വിവാദമൊക്കെ കഴിഞ്ഞ് മന്ത്രിയായി ആദ്യ വർഷം തന്നെ ആദ്യം ചെയ്ത കാര്യം ഈ പുസ്തകം മാധ്യമ വിമർശനം എന്നും പറഞ്ഞ് ആ കാലത്തെ കുറിച്ച് പുസ്തകം എഴുതലാണ് ചെയ്തത്. സോ അതിനോ എന്താ പറയണ്ടേ, ഞാൻ മാപ്പിളാന്നൊന്നും വിളിക്കാറുണ്ട്. ഇൻ ദ സെൻസ് മുതലാളി പറയണത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. ദേശാവനി ജോലി ചെയ്ത് ദേശാവനി പറയണത് കേൾക്കേണ്ടി പോലെ എഴുതാൻ പറ്റുന്നത് ഇത് തന്നെ എല്ലായിടത്തും. അതങ്ങ് അംഗീകരിച്ചാ മതി, അതിനു വേണ്ടിയാ ചെയ്യണെന്നുള്ളത്. പക്ഷെ ഞാൻ എപ്പോഴും പറയാ, അത് ചെയ്യാൻ ബാധ്യസ്ഥനായിരിക്കുമ്പോൾ തന്നെ ഒരു ലെവൽ ഓഫ് ഓട്ടോണമി ഉണ്ട്, അതെടുത്ത് കളയാൻ പറ്റില്ല. നിങ്ങൾ തലക്കെട്ടെഴുതുന്നതിൽ ഉപയോഗിക്കുന്ന വാക്കുകളിൽ രാജാവിനേക്കാൾ രാജഭക്തിയോടെ സേവിക്കാരെന്ന് വെച്ചാൽ ദർ ഈസ് ഓൾവേസ് സ്കോപ്പ് ഫോർ ബീങ് ഇൻഡിപെൻഡന്റ്. അല്ലെങ്കിൽ ഇത് നിങ്ങൾ AI ടൂളായിട്ട് മാറും, ഫീഡ് ചെയ്ത പോലെ വർത്താനം പറയുന്ന ആളായിട്ട് മാറും. അതാണ് എൻ്റെ സമീപനം. സോ എനിക്കങ്ങനെ ഭീകരമായിട്ട് വിമർശനമൊക്കെ ഉണ്ടെങ്കിലും ശത്രുവായിട്ടൊന്നും കാണുന്ന പരിപാടിയില്ല. ദാറ്റ്സ് ദ കൺക്ലൂഷൻ ഓഫ് ദ ബുക്ക്.